you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എന്തുവാടാ ഇത്? കുറെ നേരമായല്ല, കാട് തീരണില്ലല്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ. നിന്റെ ആരെ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ലെവിനെ? അതല്ലേ ഞാൻ പറഞ്ഞേ, സണ്ണി ചായന്റെ. സണ്ണി ചായൻ എങ്ങനത്തെ ആളാന്ന് ഞാൻ നേരത്തെ ബോട്ടിൽ വെച്ച് പറഞ്ഞല്ലോ. ഇനി വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫുൾ സീക്രട്ടാ. അങ്ങേരെ എപ്പ എന്താ ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. അറിയോ, മുഴുവൻ സസ്പെൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ്, അടുത്ത സെക്കൻഡിൽ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞ ഡ്രാക്കുള, ചോര കുടിക്കുന്ന ഡ്രാക്കുള. ഡാ തള്ളിയത് മതി. ദേബി എവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കല്. കാശി മുമ്പ് നടാ. ലെവിനെ ഇങ്ങോട്ട് വാ. അല്ല, ഞാനെന്താ തള്ളി? സത്യമല്ലേ പറഞ്ഞേ? അങ്ങേര് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനായ ഡ്രാക്കുള. ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? അല്ല, നിങ്ങളെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് തള്ളിയത് മതി തള്ളിയത് മതി തള്ളിയത് മതി ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതെന്ന് പറയുന്നത്? ഞാൻ സത്യമല്ലേ അവരുടെ അടുത്ത് പറയുന്നത്? ആയിരിക്കാം, പക്ഷെ ഇപ്പം നീ മിണ്ടാതെ പോയില്ലെങ്കിൽ മറ്റേ സിനിമയിൽ ടൊവീനോ പറയും പോലെ ഞാൻ പറയേണ്ടി വരും. തല്ലുകൾ പലതരമുണ്ട്. അതിലേതെങ്കിലും ഒരു തരത്തിലുള്ള തല്ല് നിൻ്റെ മൂക്കിൽ തന്നെ ഇട്ട് ഞാൻ തരും. അതുകൊണ്ട് മിണ്ടാതെ പോ മോനെ. എടാ കാശി, എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടാ. ഡ്രാക്കുള കടിച്ചാലേ പിന്നെ നമ്മളും ഡ്രാക്കുളയായിട്ട് മാറൂടാ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ബാലരമയിലെ പതിപ്പല്ലായിരുന്നാ? അത് നീ ആഴ്ചയടാ വായിച്ചേ? എന്ത് ശോകടാ. ഞാൻ എല്ലാ ആഴ്ചയിലും കറക്റ്റാണ് വായിച്ചു പോകും. നീയൊക്കെ എന്ത് ഫാൻസടാ? ഡ്രാക്കുള ഫാൻസായ എല്ലാ ആഴ്ചയിലും കറക്റ്റ് വായിക്കണം. അയ്യേ നടക്കരുത്, മാറങ്ങോട്ട്. എടാ നില്ലടാ, അതങ്ങനല്ലടാ. എനിക്ക് ഈ ആഴ്ചത്തെ കിട്ടിയില്ലടാ. എടാ നില്ലടാ. എടാ എടാ ലെവിനെ അവിടെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം. ഈ 4, 3, 5 റോഡ് കിടന്നിട്ടാണോടാ നമ്മൾ ഈ കാട് വഴിയും ആ പറക്കണ സാമാനത്തിനും കയറി ഇവിടെ വന്നിറങ്ങിയത്? പിന്നെ അറിഞ്ഞൂടാത്തോണ്ടൊരു കാര്യം ചോദിക്കാം. ഈ കാട്ടിനകത്ത് വീട് കൊണ്ടൊക്കെ വെച്ചിട്ട് ഇയാൾ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുവാടാ? ചുറ്റൂരും മീൻ കുഞ്ഞൂരും ഇല്ലല്ലോടാ. അതായത് അബിയേട്ടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചുറ്റിക്കറങ്ങി വരികയാണെങ്കിൽ നമ്മളിവിടെ എത്തുമ്പോൾ 3 ദിവസം എടുക്കും. മനസ്സിലായോ? നല്ല ദൂരമുണ്ട്. മറ്റേതായതുകൊണ്ട് നമ്മളിവിടെ വെളുപ്പിനെത്തി. പിന്നെ പുള്ളിക്കാരൻ ആളൊരു മുരടന. അങ്ങേര് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഇഷാമയോട് മാത്രമേ നല്ലോണം സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരോടും ചാടി കളിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ഞങ്ങളോടും അങ്ങനെ തന്നെയാ. ഇപ്പം കാണാമല്ലോ. അബി, അവനെ വിളിച്ചോണ്ട് വാടാ. എല്ലാവരും പോയി. വാ. വരണം. വാ. ഇത്ര നേരം പൊക്കി അടിച്ചല്ലേ, വലിയ പ്രതിഭാസത്തെ ഇനി കണ്ണുകൊണ്ട് തന്നെ കാണാം. അത് ശരിയാ. വാ നമുക്ക് പോയി സണ്ണി ചായനെ കാണാം. വാ, ബാക്കി എല്ലാരും പോയി. വാ പെട്ടെന്ന് വാ. ഇതൊക്കെ ആര്? തൈപ്പറമ്പ് വീട്ടിൽ അസുരന്മാരാ. കൊള്ളാല. ഞാൻ വിചാരിച്ചേക്കാളും എല്ലാരും നല്ല പുരോഗമിച്ചിട്ടുണ്ട്. ഒരു മുടിയുണ്ടടാ. ഈ ഷൈജുന്ന ഫോട്ടോയിൽ നിനക്ക് നല്ല മുടിയുണ്ടായിരുന്നല്ലോ, വീട്ടിൽ കളഞ്ഞല്ലേ? പിന്നെ എന്താ ലിയോ, അനക്കൊന്നുമില്ല. അല്ല, ഇതാരാ പുതിയ അവതാരങ്ങള്?
പാനിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചത് ഈ 3 പേരെ കാര്യമോ? നിൽക്കുന്നത് കാശിനാഥ് അല്ലേ? കാശി എനിക്കറിയാം. ഈശ പിക്കയച്ച് ചെന്നായിരുന്നു. ഞാനും കൂടെ ഒക്കെ പറഞ്ഞ കാശിനാഥിനെ ഈശ കല്യാണം കഴിച്ചത്. അല്ലാതെ തന്നെ കാശിയായിട്ട് എനിക്ക് വേറെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഞാൻ പിന്നോട് വഴിയെ പറയാം. കാശി എനിക്ക് എങ്ങനെ അറിയാം. പിന്നെ ട്വിൻസ് ആണോ 2 പേരും? നിങ്ങളെങ്ങനെയാ ഇവരെ കൂടെ എത്തിപ്പെട്ടെ? ഏതൊരു അഡ്വക്കേറ്റ് ഉണ്ടല്ലേ? എന്തിനാവട്ടെ, നിങ്ങളിരിക്കും, ഞാൻ കോഫി എടുത്തിട്ട് വരാം. പിന്നെ ഇവിടെ ഹെൽപ്പിനൊന്നും ആരുമില്ല. ഫുഡൊക്കെ വേണമെങ്കിൽ വച്ചും കുടിച്ചും തിന്നോണം, കേട്ടല്ലോ? എനിക്ക് നേരം വെളുത്ത് എന്റേതായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ ചോദിക്കും ഈ കാട്ടിനകത്ത് എന്താ ആവശ്യമാണ്? അതുകൊണ്ട് തന്നെ അവരോരോ കാര്യങ്ങൾ അവരവർ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങളെ ബംഗ്ലാവിൽ ചെയ്തു തരും പോലെ വേലക്കാരൊന്നുമില്ല. എന്തൊരു കഷ്ടമോ. അവിടെ ആയിരുന്നെങ്കിൽ തിന്നാ മതിയായിരുന്നു. പാത്രം അവരെടുത്തോണ്ടു, കൈ മാത്രം പോയി കഴുകിയായിരുന്നു. ഡ്രസ്സ് കഴുകി തരും, ബെഡ് വിരിച്ച് പോയി കിടന്നാ മതിയായിരുന്നു. കഴുകിയിടുന്ന ഡ്രസ്സ് എടുക്ക പോലും വേണ്ട, റൂമിൽ കൊണ്ട് മടക്കി വെച്ചേരി എടുത്തിട്ടാ മതിയായിരുന്നു. ഇനി എന്തൊക്കെ ചെയ്യണമോ എന്തോ. ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. എനിക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ നാളെ തന്നെ തിരിച്ചു പോകുന്നു. നോക്കിയോ മമ്മിയെ വിളിച്ചിട്ട്. അയ്യോ, നീ പറയുന്ന കേട്ടാത്തൊന്നുമല്ലോ നിനക്ക് ബംഗ്ലാവിൽ തൂറിയെ കഴുകി തരുന്നവർ അവിടുത്തെ സ്റ്റാഫ്സ് ആണ്. കൊള്ളാമല്ലേ? ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിക്കണം. എന്നാലും നാളെ ഒരു നിലയിലെത്തുമ്പോഴേ നീ ഒറ്റയ്ക്കായാലും നിൽക്കാൻ പഠിക്കുള്ളൂ, മനസ്സിലായ? അയ്യേ അഭിയേട്ടാ, നിങ്ങൾ ഇത് എന്തോന്നാ പറയുന്നേ? ഇതൊരു മാന്യമായ പ്ലാറ്റ്ഫോം അല്ലേ? ഇതിനകത്ത് ഇങ്ങനെ തൂറി എന്നൊക്കെ പറയാവോ? മോശമായ കാര്യങ്ങളല്ലേ അതൊക്കെ? അതെന്ത്? ഇതിനകത്തുള്ള ആരും തൂറത്തില്ലേ? അല്ല, ഇതിനകത്തുള്ള ആരും ബാത്റൂമിലൊന്നും പോകത്തില്ലേ? ഇയാള്, ഞാൻ തന്റെ അടുത്തൊന്നും പറഞ്ഞില്ലടോ. ഒറ്റം പറഞ്ഞ തൂർത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ കുറെ നേരമായല്ലോ കുഞ്ഞൂരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നു. ഇതുവരെ ഈ 3 പേര് ആരാ നിങ്ങൾ പറഞ്ഞില്ല. എനിക്ക് കാശിനാഥനെ മാത്രമേ അറിയാവൂ. എന്താ ലൂക്ക, ഇതാരാ? പറ, ഇതൊക്കെ ആരാന്ന് പറ. സനിജയ, അതാണ് അഡ്വക്കേറ്റ് ഇമാനുവൽ സാർ. ഇവരുടെ എന്തോ അപ്പനെന്തോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ പ്രകാരം ഞങ്ങളുടെ വീട്ടിൽ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളവിടെ ആരും ഇല്ലാണ്ട് അവിടെ ഒറ്റയ്ക്ക് അഡ്വക്കേറ്റിനെ ചെക്കിങ്ങിന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നു. പിന്നെ ഇത് അഭിറാം, ഞങ്ങളുടെ ഫിനാൻഷ്യൽ സെക്രട്ടറിയാണ്. അഭിറാമും അഭിജിത്തും ബ്രദേഴ്സാണ്. അഭിജിത്ത് എന്ന് പറയുമ്പോൾ കാശിനാഥിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അഭി. അഭിറാമും അഭിജിത്തും അല്ലേ? അറിയാം. വാസുദേവന്റെ മക്കളല്ലേ നിങ്ങൾ? കണ്ടാൽ പോലും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത 2 ഇരട്ടകൾ. എന്തോ കാരണത്താൽ അമ്മ സൂയിസൈഡ് ചെയ്തു. അച്ഛനെ ആരോ കൊന്നും കളഞ്ഞു അല്ലേ അഭിറാം? യെസ്. സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാം? അറിയടോ, എനിക്കെല്ലാം അറിയാം. വാസുദേവന്റെ മക്കളെയും ആദിത്യവർമ്മയുടെ മക്കളെ അറിഞ്ഞൂടാത്ത ആരാ ഉള്ളത്? ആരാന്നല്ല, എനിക്കറിയാം. അനിയത്തി ഏതോ ഓഫനേജിലാണല്ലേ കാശി? അനിയത്തിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഗുഡ് ജയ, അത് നന്നായിട്ട് പോകുന്നുണ്ട്. അതങ്ങനെ നിനക്കറിയാം? നിനക്കറിയാനായിട്ട് യാതൊരു ചാൻസും ഇല്ലല്ലോ. ഈശയോട് പറഞ്ഞത് നീ എവന് എപ്പോഴും അടിയുന്ന. അതുപോലെ നീയും അഭിജിത്തും കാശിയും കോളേജ് മേറ്റ്സ് എന്തോ ആയിരുന്നല്ലേ? അപ്പോഴേ തല്ലും വഴക്കാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതൊക്കെ വിട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും നമുക്ക് സംസാരിക്കണ്ട. ഏതായാലും അനിയത്തിന്റെ ഓപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കും കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കാശി ചോദിക്കാൻ മറക്കണ്ട, മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അവനവന് വേണമെന്നുള്ളത് അവനവനുണ്ടാക്കി കഴിക്കാം. ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഒരു പന്നവുമില്ല. സാധനങ്ങളൊക്കെ ടൈമിന് ഇവിടെ എത്തുകയും ചെയ്യും. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഒരു തെണ്ടിത്തരോ അലിമ്പത്തരോ കാണിക്കാൻ പറ്റത്തില്ല, മുമ്പേ പറഞ്ഞേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് വെളിയിറങ്ങരുത് ഒരാൾ. എനിക്കറിയാം, അഡ്വക്കേറ്റാണ്, വർക്ക് ചെയ്യുന്ന ആളാണ് വീട്ടിൽ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവിടെ വന്നത്
നിങ്ങളെല്ലാവരും ഇവിടെ സേഫായിട്ട് നിൽക്കാനാണ്. സോ ഈ വീട്ടിലെ നിയമം എൻ്റേതായിരിക്കും. നിങ്ങൾക്ക് തോന്നിയത് കാണിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇവിടെ ഈ വീട് ഒറ്റയ്ക്കാണ്. ഇവിടെ എന്ത് നടന്നാലും പുറത്തുള്ളവരറിയില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഈ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂംസ് ഒന്നും വൃത്തിയൊന്നും ഇല്ലാണ്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടെ എൻ്റെ പെങ്ങള് ഇഷ, അവൾ വല്ലപ്പോഴും വന്ന് നിൽക്കും. അവളെ മക്കൾ പോലും ഇവിടെ എന്നെ കാണാൻ വരാറില്ല. സോ അവൾ വരുന്നതുകൊണ്ട് അവിടെ ഒരു 2-3 റൂം മാത്രമേ ഞാൻ നീറ്റാക്കി ഇടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ റൂമും കൂടെ കയറി യൂസ് ചെയ്യാനോ എല്ലാ റൂമും കൂടെ കയറി അലങ്കോലാക്കി ഇടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് രണ്ടുപേര് വെച്ച് കിടന്നോണം. പറഞ്ഞേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ തല്ലുപടി ഇമാതിരി പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. എൻ്റെ മുമ്പിരുന്ന് എന്തെങ്കിലും തെറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ റിയാക്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈമുണ്ട്, തീരുമാനിച്ചോ ആരൊക്കെ എവിടെ കിടക്കുന്നതെന്ന്. ഇവിടെ ആകെ 4 റൂമേ ഉള്ളൂ, എൻ്റെ റൂമും കൂടെ ചേർത്ത്. സോ ഒരാൾക്ക് എൻ്റെ കൂടെ കിടക്കാം. ബാക്കിയുള്ളവർ ആരൊക്കെയാ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പം നടക്കട്ടെ. എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവരവരുടെ റൂമിലോട്ട് വിട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രീഡമൊന്നും ഞാൻ പിടിച്ചു വാങ്ങി വയ്ക്കത്തൊന്നുമില്ല. ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ തരും. പക്ഷേ നിങ്ങളെ ഈ തെണ്ടിത്തരവും കറാമ്പറപ്പ് പിടിച്ച സ്വഭാവം ഉണ്ടല്ലോ, അത് കാണിക്കാൻ പറ്റൂല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശരിയെന്ന് നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഇവിടെ നിന്ന് ചാടാനോ രക്ഷപ്പെടാനാണോ ഉദ്ദേശം ഉണ്ടെങ്കിൽ അപ്പ കാണാം. ഇതിനെക്കാളും ഭേദം ജയിലായിരുന്നു. അയ്യോ, ഏത് നേരത്താണാവോ ആ സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ തോന്നിയത്. സാരല്ല ഇമ്മാനുവേലേട്ടാ, എല്ലാം ശരിയാവും. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ. ഇമ്മാനുവേലേട്ടനാ? ഇത്രയും ദിവസം നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ വിളിച്ച. ഇത്രയും ദിവസം നീ സാറെന്നല്ലേ വിളിച്ചേ? ഞങ്ങളെല്ലാവരും സാറെന്ന് തന്നെ വിളിക്കുന്നത്. അങ്ങനെ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. അയാൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്താൽ മതി കേട്ടാ, എവിടെ വന്നാലും. വേണ്ടടോ, അവ അങ്ങനെ വിളിച്ചോട്ടെ. ഇപ്പൊ ഏട്ടാന്ന് വിളിക്കുന്നതിന് എന്ത് റെസ്പെക്റ്റ് കുറവാണ്. ഈ സാറെന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് ഏട്ടാന്ന് വിളിക്കുന്നതന്നെ. ആ ഗ്യാപ്പ് അങ്ങ് മാറി കിട്ടുമല്ലോ. പോരാഞ്ഞിട്ട് ഇനി എന്തായാലും കുറച്ച് ദിവസം നിങ്ങളവിടെ ഇവിടെ ഞാൻ തങ്ങേണ്ടല്ലേ. ഇനിയിപ്പോ എന്നെ ആരും ബുദ്ധിമുട്ടി സാറെന്നൊന്നും വിളിക്കണ്ട. നിങ്ങളെപ്പോലെ തന്നെ എന്നെ കണ്ടാൽ മതി. നിങ്ങളുടെ ഈ നിൽക്കുന്ന ലിയോ എന്ന് പറയുന്ന ഇച്ചായന്റെ അതേ ഏജ് എനിക്കുള്ളൂ. സോ നിങ്ങൾ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഇച്ചായനാ? എന്നാ ഞാൻ ഇനി അങ്ങനെ വിളിക്കോളെ, സാറെന്നൊന്നും വിളിക്കൂല. അല്ലെങ്കിൽ സാറെന്ന് വിളിക്കുന്ന എനിക്ക് വേറെ ആരും സാറെന്ന് വിളിക്കുന്നതെന്ന് ഇഷ്ടമല്ല. ഓക്കെ ഫൈൻ. എല്ലാവരും ഇനിയിപ്പോൾ സാറെന്ന് എന്തെന്നോ അങ്ങനത്തൊക്കെ പിന്നോട് ഇപ്പോൾ റൂം സെറ്റ് ചെയ്യാൻ നോക്ക്. ദേ, അബിയോട് റാമിനോട് കാശിയോട് ഇമാനുവലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വന്നിട്ട് പോയെന്നല്ല അങ്ങേരുടെ സ്വഭാവം. മുരടനെന്ന് പറഞ്ഞാൽ മഹാമുരടനാണ്. ഇനി അടുത്ത് വന്നിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ. ആരൊക്കെ ആരെടുത്ത കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ. എല്ലാവരും പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ നോക്ക്. എന്ത് പ്ലാൻ ചെയ്യാൻ? എന്തായാലും റൂമൊക്കെ ഇത്ര ലിമിറ്റഡ് ആയ സ്ഥിതിക്ക് ഞാൻ കാശിയും ഒരു റൂമിൽ കിടക്കാം അല്ലേ കാശി? അതല്ലേ നീ പറയാൻ വന്നേ? എനിക്കറിയാം നീ അതാണ് പറയാൻ വന്നതെന്ന്. ഓക്കെ ഫൈൻ, ഞങ്ങളുടെ കാര്യം സെറ്റായി. ഞാനും കാശി ഒരു റൂമിൽ. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഞാൻ നിൻ്റെ പേരല്ല പറയാൻ വന്നേ, ഞാൻ അബിയുടെ പേരാണ് പറയാൻ വന്നേ. ഞാനും അബി ഒരു റൂമിൽ കിടക്കാമെന്നാണ് പറഞ്ഞേ. എൻ്റെ കാശി, നീ എന്തിനാ ഇങ്ങനെ കല്ല് വെച്ചെന്നോട് പറയുന്നേ? I know you said my name in your mind. എനിക്കറിയാം നീ എൻ്റെ പേര് പറയാൻ വന്നേന്ന്. ഇപ്പം നീ ഇവരൊക്കെ നിൽക്കുന്നതുകൊണ്ട് മാറ്റിക്കളഞ്ഞല്ലേ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കാശിയുടെ കൂടെ കിടക്കും. അയ്യോ ആണോ? പക്ഷെ എനിക്ക് നിൻ്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ലെങ്കിലോ? ദലൂക്ക കൊളിക്കരുത്. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതാ, വെറുതെ എൻ്റെ അടുത്ത് ഇമ്മാതിരി നിൻ്റെ ഡ്രാമയും കാണിച്ചുകൊണ്ട് നടക്കരുതെന്ന്. തുടങ്ങിയിട്ടോ അവൻ്റെ പ്രാന്ത്. ദേ, ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരും കേൾക്കാൻ പറയാം. ഇപ്പം മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇമ്മാതിരി വർത്താനോ ഇമ്മാതിരി തെമ്മാടിത്തരോ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. നിർത്താൻ പറഞ്ഞോ മര്യാദയ്ക്ക് അവനോട്. ഇങ്ങനെ ചിണുങ്ങി നിൽക്കുന്നതെല്ലാം മിക്കവാറും എൻ്റെ പ്ലാൻ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്ത് അവൻ്റെ പ്ലാൻ നടപ്പാക്കണം. അങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് അവന് ഉപകാരം ഉണ്ടാവട്ടെ. അത് ശരിയാ. ഞാനാ
അബിയുടെ കൂടെ കിടക്കാൻ പോകുന്നത് അല്ലേ? അബി നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അബിയുടെ കൂടെ കിടക്കാൻ പോകുന്നത്, പിന്നെ അങ്ങനെ അബി നിന്റെ കൂടെ കിടക്കുന്നേ? അത് ശരിയാ. ഓ, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്താ മുന്നേ ഡബ് ചെയ്ത് വെച്ചാണോ? അതെ, ആരെങ്കിലും കൂടെ കിടക്കോ, തീരുമാനിക്കോ? ഇതൊക്കെയാണോ പ്രശ്നം? ലോകത്ത് എന്തെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഭൂമിയിൽ നിന്ന് ഭൂകമ്പം വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, എന്നിട്ടൊരു റൂം ഷെയർ ചെയ്യുന്നതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ. ഇപ്പൊ ആരെങ്കിലും ആരുടെയും കൂടെ കിടന്നാൽ എന്താ? അതെങ്ങനെ ശരിയാവും? എനിക്ക് ആരാരുടെ കിടക്കണമെന്നൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്ക് കാശിയുടെ അടുത്ത് തന്നെ നടക്കണം. കാരണം ഞാൻ കാശിയുടെ റൂം ഷെയർ ചെയ്യുള്ളൂ. മിണ്ടരുത്. നീയാ ഈ വഴക്കിനെല്ലാം കാരണം. നിനക്കിപ്പോൾ എന്തിൻ്റെ കടായിരുന്നു? നിനക്ക് മര്യാദയ്ക്ക് നിന്റെ ഏതെങ്കിലും ഇച്ചായമാരോടെ കടന്നൂടെ? ഞാനും അബിയും കൂടെ റൂം ഷെയർ ചെയ്യാമായിരുന്നല്ലോ. എല്ലാം കയറി ഒന്ന് പറഞ്ഞിട്ട്. അതെ ലൂക്ക, അബിയും കാശിയും കൂടെ കിടക്കട്ടെ, നീയും ലൂയിസും കൂടെ കിടക്ക്. അപ്പോ റൂമിന്റെ കാര്യത്തിലൊക്കെ ഓക്കെ ആവൂലേ? വെറുതെ എന്തിനാ നമുക്കിടയിൽ ഒരു വഴക്ക്? ആഹാ, ഇവിടെ തല്ല് നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ നീ ഒന്നും തീരുമാനിച്ചില്ലേ എവിടെ കിടക്കേണ്ടത്? എവിടെയാ കിടക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പോലും അറിയാത്ത നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ ഫൈറ്റ് ചെയ്ത് വെടിവെച്ച് തോപ്പിക്കാന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നും കൊണ്ട്? അഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ആരുടെയൊക്കെ കൂടെ കിടക്കണമെന്നാ പറയുന്നേ? പ്രശ്നമൊന്നുമില്ല ചായ. ഞാൻ പറഞ്ഞു എനിക്ക് കാശിയുടെ കൂടെ റൂം ഷെയർ ചെയ്യണമെന്ന്. അപ്പൊ കാശിക്ക് ഓക്കെയാണ് അല്ലേ? കാശി കണ്ടോ, അവനോക്കെയാ. പക്ഷെ അപ്പോൾ അബിക്ക് ലൂയിസിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യണതിനും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, വേറെ പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, പറഞ്ഞ പോലെ തന്നെ കാശിയിലൊക്കെ കൂടെ റൂം ഷെയർ ചെയ്തോ. സാധനം എടുത്തിട്ട് വിട്ടോ. ഇതോ നേരെ കാണുന്ന റൂം തന്നെ. പൊക്കോ. അടുത്തത് അഡ്വക്കേറ്റ് അല്ലേ? ഇമാനുവലും ലിയോയും കൂടെ റൂം ഷെയർ ചെയ്തോ. നേരെ വെക്കോ. ഇപ്പൊ 2 റൂമായി. ഇനി നീ ലെവൻ കൂടെ പോരെ, അവിടെ റൂമിൽ കിടക്കാം കേട്ടോ. ലൂയിസും അയാളും കൂടെ ഒരു റൂം ഷെയർ ചെയ്യത്തില്ലേ? കൊക്കോ. പിന്നെ ആരാള? റാമല്ലേ? റാമും പീറ്ററെ വിട്ടോടാ, അവനും നീയും കൂടെ റൂം ഷെയർ ചെയ്തോ. പിന്നെ ഇനി സിൻഡമോൾ ഉണ്ടല്ലേ? സിൻഡമോക്ക് ഞാൻ മേളുള്ള റൂം ക്ലീൻ ചെയ്ത് തരാം. അവിടെ നിന്ന് റൂം കേട്ടോ. അർജുൻ എൻ്റെ റൂമിൽ കിടക്കത്തില്ലേ? നമുക്ക് 3 പേർ കൂടെ റൂം ഷെയർ ചെയ്യാം. അവിടെ ആകുമ്പോൾ 3 ബെഡാ, എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കിടക്കാം. സിൻഡമോക്ക് ഞാൻ ഇപ്പൊ തന്നെ ഏർപ്പാടാം കേട്ടോ, റൂം ക്ലീൻ ചെയ്ത് തരാം. ഇവിടെ അടുത്തൊരു ആൻറ്റി ഉണ്ട്, ആൻറ്റി വിളിപ്പിക്കും കേട്ടോ. അപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ? പൊക്കോ. മോളിപ്പോ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഈ ചാനൽ റൂമിലോട്ട് ഇരുന്നോ കേട്ടോ. അവിടെ ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അർജുനെ, ലൂക്കയിൽ എന്തിനാണോ പുറപ്പെടാ? ലൂക്ക എന്തിനാ കാശിയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു പോയേ? ദേ അർജുനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ കാശിക്കിട്ട് പണിയാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടാന്ന് നോക്കില്ല, റിലേറ്റീവാന്ന് നോക്കത്തില്ല. നിനക്കേ ദുഃഖം ഉണ്ടാകത്തുള്ളൂ. മര്യാദയ്ക്ക് ദുഃഖം പറഞ്ഞ് മനസ്സിലാക്കിയോ? വെറുതെ കൂടെ നടന്നിട്ട് അവനെ ചതിച്ച് എന്തിനെങ്കിലും പെടുത്താനാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ സഹിക്കത്തില്ല അർജുനെ. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും നേരം മിണ്ടാതിരുന്ന വായിക്കാത്ത നാക്കില്ലാത്തോണ്ടല്ല, വെറുതെ സംസാരിച്ച് ഓരോരുത്തർക്ക് സംശയം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ കാശിയുടെ ഭാഗം നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ലൂക്കയ്ക്കും ഇവിടെയുള്ള ബാക്കി എല്ലാവർക്കും സംശയമാവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാകുന്നത്. പക്ഷെ അതിന്റെ കഴിവുകേടായിട്ട് നീ കരുതരുത്. മര്യാദയ്ക്ക് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അതിന് നീ എന്നോട് ചാടുന്ന എന്തിനാ? നീ പറയുന്നത് എനിക്കും അറിയത്തില്ല അവന്റെ പ്ലാൻ എന്താന്ന്. എന്നോട് വെറുതെ നടന്ന് ചാടിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയാനായിട്ട്. പഴയതുപോലെ അവനിപ്പോൾ അവനോട് ദേഷ്യമൊന്നുമില്ല, പിന്നെ അവൻ്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. നീ അതുകൊണ്ട് എന്നോട് ചാടിക്കാറാൻ വരണ്ട. പിന്നെ ലൂക്കയ്ക്ക് വല്ലതും പറ്റി ഞാനും കൈയും കെട്ടി നോക്കിയെന്ന് നിൽക്കത്തില്ല. നീയും എൻ്റെ ഫ്രണ്ടാന്നും നീ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാന്നൊക്കെ ഞാനും മറക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. അർജുൻ, എനിക്ക് നന്നായിട്ട് അറിയാം അർജുനെ നിന്നെ. നിനക്കൊരിക്കലും ഈ പറയുന്ന പോലെ ഒരു ദുഷ്ടനാവാൻ പറ്റില്ല. നിനക്ക് അവനോടുള്ള അന്ധമായ പ്രണയം കൊണ്ട് നീ ഓരോ വീരവാദ്യങ്ങൾ അടിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നിനക്കൊരിക്കലും ഒരാളെ ദ്രോഹിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്കങ്ങനെ അല്ല, അത് നീ മറക്കരുത്. കാശിക്ക് വല്ലതും പറ്റിയ ലൂക്ക് ആരാന്ന് പോലും ഞാനങ്ങ് മറക്കും. എന്തോ പറ്റി റാമേ? നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്?
നിനക്കെന്താ ഞാനുമായിട്ട് റൂം ഷെയർ ചെയ്ത് ഇഷ്ടമായില്ലേ? നിനക്ക് ഞാനുമായിട്ട് റൂം ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാറാം. അബീനെ നമുക്ക് എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് നിൻ്റെ അടുത്തോട്ടാക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം ലൂയിസിൻ്റെ കൂടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരിക്കലുമല്ല. ഞാൻ ഈ ലോകത്ത് ഇപ്പോൾ അബിയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും നോക്കിയാലും നീയായിട്ട് റൂം ഷെയർ ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അബി എന്തോ ലൂയിസിൻ്റെ അടുത്ത് അത്ര സേഫ് അല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നു. അയ്യേ, ഇതാണോ നിൻ്റെ പേടി? ബെസ്റ്റ്. ആ കാട്ടുപൂച്ച നീയല്ലാതെ ആരെങ്കിലും പേടിക്കും? എടാ, അവൻ പറയുമ്പോഴുള്ള ഡയലോഗേ ഉള്ളൂ. പിന്നെ അവന് തോന്നുന്ന ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കിട്ടും. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. അവൻ ചെയ്യുന്ന ചിലതൊക്കെ സീരിയസ് ആയിരിക്കും, ചിലതൊക്കെ നമുക്ക് തോന്നും അങ്ങനെ അല്ല തമാശയാന്നൊക്കെ. പക്ഷെ അവൻ പാവമാണ്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അബിയെ സൂക്ഷിക്കാൻ അറിയത്തില്ലേ? ഇല്ല, അറിയത്തില്ല. അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. അവൻ എല്ലാത്തിനും ഒരുതരം എന്നോടുള്ള വാശിക്ക് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ചിലപ്പോൾ ലൂയിസ് നീ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ ലൂയിസ് എന്നോട് ഒരിക്കലും അങ്ങനെയല്ല സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പേടി കുറെ കൂടെ കൂടുന്നത്. എനിക്കറിയില്ല, അവനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. പീറ്റർ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം 100% ആത്മാർത്ഥമാണ്. പക്ഷെ അവനെന്തേലും പറ്റിയ അത് നിന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും മൂലമാണെങ്കിൽ ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കില്ല. ആ ടൈമിൽ ഒരിക്കലും നീ എന്നെ വെറുക്കരുത്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. പോരെ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വാക്ക് തരാം. എൻ്റെ ഫാമിലിയിലുള്ള ഒരാളായിട്ട് നിൻ്റെ അനിയനെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ ഈ പീറ്റർ സമ്മതിക്കത്തില്ല. പോരെ, ഹാപ്പി ആയില്ലേ? പീറ്റർ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ പീറ്ററിൻ്റെ പരമാവധി ശ്രമിക്കും. നീ എങ്ങാനും ഉണ്ടായിപ്പോയാൽ ഒരിക്കലും പീറ്ററായിട്ട് നിന്നെ തടയില്ല. അതിനും ഞാൻ പ്രോമിസ് തരാം. ഓ, നിനക്കെന്താ ലൂക്ക കുഴപ്പം? മനഃപൂർവ്വമല്ല, നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കല്ലേ? മര്യാദയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. രാത്രിക്ക് മുമ്പേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് അബീനെ ഈ റൂമിലോട്ട് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ലൂക്ക, നീ എൻ്റെ സ്വഭാവം അറിയും നോക്കോ. റിയലി? അപ്പം നീ പറഞ്ഞു വരുന്നത് നിൻ്റെ പുതിയ തരം സ്വഭാവം കാണാമെന്നാണല്ലേ? എന്നാൽ ഞാൻ അബീനെ ഇങ്ങോട്ട് ആക്കത്തില്ല, ഞാൻ മാറത്തില്ല. കാരണം എനിക്ക് നിൻ്റെ പുതിയ സ്വഭാവം കൂടെ കാണണമല്ലോ. എടാ ചെറുക്ക, നിന്നെ ഞാൻ ഉണ്ടല്ലോ, നിന്നെ ഞാൻ എപ്പോഴോ എവിടേക്കോ. നിനക്കെന്താണോ എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടേ? പറ. എനിക്കെന്താണോന്ന്? എനിക്കൊന്നും വേണ്ട. വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നീ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അത് റൂമിലായാലും പുറത്തായാലും അകത്തായാലും എപ്പോഴും എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. എന്നാൽ ഞാൻ ഹാപ്പിയാണ്. അതാടാ പരനാറി ചോദിച്ചേ എന്തിനാന്ന്. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം ലൂക്ക. നിൻ്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ടറിയാം. നടക്കത്തില്ല മോനെ, നിൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ ചതിച്ച് എനിക്കിട്ട് എൻ്റെ അണ്ണാക്കിൽ പണി തരാനാണ് നീ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹൗ ഡെയർ യു? എൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? കാശി, ദിസ് ഈസ് ടു മച്ച്. നോട്ട് ദിസ് ഈസ് 3 മച്ച്, 4 മച്ച്, 5 മച്ച്. ഞാൻ ഒരിക്കലും ഇതിന് നിന്നോട് പൊറുക്കില്ല കാശി, പൊറുക്കില്ല. ഓ, തുടങ്ങിയോ അവരുടെ ഹിന്ദി സീരിയൽ? നീ പൊറുക്കണമെന്നില്ല കേട്ടോ. നീ ഇവിടെ നിന്ന് അഭിനയിക്കും, നല്ലതുപോലെ അഭിനയിച്ച് പഠിക്കും. കുറേ കൂടെ അഭിനയിച്ചാലല്ലേ എന്നെ നിനക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ, എൻ്റെ അടുത്ത് നിനക്ക് പകരം വെട്ടാൻ പറ്റുള്ളൂ, വാശി തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ? അതുകൊണ്ട് ഇവിടെ നിന്ന് പറ്റിക്ക് കുറച്ച് ഡ്രാമോടെ കാണും. അതിനകത്ത് വില്ലന്മാരും കൂടെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് അഭിനയിച്ച് പറ്റിച്ച് കള്ളത്തരമൊക്കെ കാണിക്കുന്നതെന്ന് നോക്കി വെച്ചോ. ആ വിൻസെൻസോ എന്ന് പറയുന്ന ഒരു ഡ്രാമയുണ്ട്, അതെടുത്ത് വെച്ച് കാണാം കേട്ടോ. അതിനകത്ത് മറ്റവൻ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കി വെച്ചോ. എന്നിട്ട് നല്ലപോലെ പഠിച്ചിട്ട് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിച്ചേ. ഞാനേ വെളിയിലാണ് പോയിരിക്കാൻ പോകാം. നിൻ്റെ കൂടെ ഇരുത്താം എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കും. നിൽക്ക് അങ്ങനെ പോകല്ലേ. ഓ, എൻ്റെ പൊന്നു ലൂക്ക, നിനക്കെന്താ വേണ്ട? നീ എന്തിനാ മനഃപൂർവ്വം എന്നെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്? ഫ്ലേർട്ട് ചെയ്യാനാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടല്ലോ. എന്നെ പിടിച്ച് വെച്ച് നിൽക്കുന്ന എന്തിനാ? നീ ഇത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാദ്യം നീ മനസ്സിലാക്കുക. ഇപ്പം നിനക്ക് എന്താ വേണ്ടേ? കാര്യം പറ. എനിക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ നീ തരുമോ? ഇല്ലല്ലോ. പിന്നെ നീ ഇതിനെ ചോദിക്കുന്നത് എനിക്കെന്താ വേണ്ടേ ചോദിക്കുന്നുണ്ടാത്തൊന്നും നീ ഇപ്പം എനിക്കങ്ങ് തള്ളി തരുമെന്ന്. അതെ,
അങ്ങനെ ചോദിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെന്താ? അതെയല്ലേ, പിന്നെന്താ 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 കാശി, ഞാനിങ്ങനെ ഇത്ര അടുത്തിരിക്കുമ്പോൾ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഞാൻ വെറും ഒരു നിൻ്റെ എനിമിയല്ലേ. നിൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം എൻ്റെ അടിവേറ് വരെ കേൾക്കാം. ഇത്ര ടെൻഷൻ അടിക്കാൻ മാത്രം ഞാൻ നിനക്ക് കിസ്സൊന്നും ചെയ്യാൻ വന്നില്ലല്ലോ. നിൻ്റെ കുറച്ച് ലിപ്പിൻ്റെ അടുത്ത് വന്ന് നിന്നു, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? അത്രേ ഉള്ളത് നിനക്കാ. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിങ്ങാണ്. അങ്ങനെ അങ്ങനെ എൻ്റേതല്ലാത്ത ആരും എൻ്റെ ഒന്നിൻ്റെ അടുത്ത് വരണ്ട. നീ മാറിക്കേ. നിൻ്റേതല്ലാത്ത ആരും എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ അത് താഴെ നോക്കി പറയുന്നത് എന്തിനാ? എൻ്റെ മുഖത്ത് നോക്കി പറ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ നിൻ്റെ ആരുമല്ലേ? കാശി മുഖത്ത് നോക്ക്, കാശി മുഖത്ത് നോക്കാൻ പറ, ഞാൻ നിൻ്റെ ആരുമല്ലേ? ലൂക്ക നീ മാറ്, ഞാൻ പോട്ടെ. എനിക്കൊരു കോള് വിളിക്കണമായിരുന്നു. നീ മാറിക്കേ. ഈ റേഞ്ചില്ലാത്ത കാട്ടിൽ നീ ആരെ വിളിക്കാൻ പോ കാശി? ഞാൻ ചോദിച്ചതിന് നീ റിപ്ലൈ തരാതെ നീ ഇവിടെ നിന്ന് പോകത്തില്ല. ഞാൻ നിൻ്റെ ആരും അല്ലേന്നു അത് പറഞ്ഞിട്ട് പോ. നീ എന്തിനാ ഒഴിഞ്ഞു മാറുന്നേ? ഞാൻ നിൻ്റെ ആരുമല്ലേ? ആരൊഴിഞ്ഞു മാറി? നീ 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 മാറിക്കേ. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇമാതിരി ബലപ്രയോഗമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ പോവാ. ഓ ലൂക്ക, നിൻ്റെ ഓവറായിട്ടുള്ള കാര്യമാണ് എല്ലാം കുളമാക്കുന്നത്. ഒന്നും ആലോചിച്ച് ചെയ്യാൻ അറിയത്തില്ല, ചാടിക്കേറിയല്ല. ഓ, പ്ലാനിങ് എല്ലാം ഞാൻ തെറ്റിക്കുവാണല്ലോ ദൈവമേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്ത് ചെയ്യുക? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. നിന്റെ ട്വിൻ ബ്രദർ ഇല്ലേ അബിറ, അവന് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ റിവെഞ്ച് ഉണ്ടോ? അല്ല, അവൻ നീ ഞാനായിട്ട് അടുക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര ജലസായിട്ടാണല്ലോ പെരുമാറുന്നത്. അതാണോ? അത് വലിയ കണക്കിലെടുക്കണ്ട. അവൻ പണ്ടേ എങ്ങനെയാ, ഞാൻ ആരായിട്ട് എടുത്താലും അവൻ അപ്പോഴും ജലസ് വരും. പിന്നെ എന്നോട് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ചതിയനാണ് പോലും, നീ അവനോട് പോയി പറഞ്ഞു എന്ന്, നീ എന്നെ ചീറ്റ് ചെയ്യുമെന്ന്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞായിരുന്നു. ഞാനൊന്നും കാര്യമാക്കില്ല. ലോകത്ത് ആര് പറയുന്ന വിശ്വസിച്ചാലും അവൻ പറയുന്ന മാത്രം ഞാൻ വിശ്വസിക്കില്ല. അവനെപ്പോലൊരു പണക്കൊതിയനും ചതിയനും കുടുംബത്തെ സ്നേഹിക്കാത്തവനും വേറെ ലോകത്ത് കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന ഒരു വാക്ക് ഞാൻ വിശ്വസിക്കത്തില്ല. അല്ല, നീ എവിടെയായിരുന്നു ഇത്ര നേരം? കണ്ടില്ലല്ലോ റൂമിലോട്ട്. നിനക്ക് ഞാനുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തോട്ട് പൊക്കോളാം. ഓ, അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ. മാനസികമായിട്ട് നീയായിട്ട് എടുക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ശാരീരികമായിട്ട് നീ ഒരു ഒന്നൊന്നര ചരക്കാണെന്ന് എനിക്കറിയാം മോനെ. എനിക്കെന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എനിക്ക് നീയായിട്ട് അടുക്കാൻ പറ്റുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കില്ല. സോ എനിക്ക് കുഴപ്പമില്ല. നീ അങ്ങോട്ട് പോകണമെന്നില്ല. നീ അങ്ങോട്ട് പോയിട്ടാണ് ലൂക്കയുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആവാൻ. എന്താ നീ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, എന്താ കേട്ടോരെ തോന്നി പ്ലാൻ എന്നൊക്കെ? ഞാനൊന്നും പറഞ്ഞില്ല. എന്ത് പ്ലാന്? നീ ഫ്രഷ് ആവാൻ പോയല്ലേ? ഓ, ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ നമുക്ക് നൈറ്റൊക്കെ ടൈം കിടക്കില്ലേ, വിശദമായി സംസാരിക്കാം. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് പോവാ. താനിവിടെ നിൽക്കായിരുന്നോ? താനെന്താ ഇവിടെ വന്ന് മാറിയിരിക്കുന്നേ? റൂമിലോട്ടൊന്നും കണ്ടില്ലല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോടോ? തനിക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല, ഡൈജസ്റ്റ് ആവുന്നില്ല. പിന്നെ പറഞ്ഞില്ല, പെട്ടുപോയില്ലേ? അല്ല, ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇത്രയും വലിയ കാട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ ഈ സണ്ണിച്ചായ ഒറ്റയ്ക്ക്
സമ്മതിക്കണം. സഹായത്തിന് പോലും ആരും ഇല്ലാണ്ട് ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടല്ലേ ഒരു ജോലിക്കാരി എന്തോ ഉള്ളെന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് എങ്ങനെയാ? എടോ, ഇച്ചായ ശരിക്കും ആരും ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചതാടോ. പിന്നെ സാധനങ്ങൾ എടോ, ഈ 3-4 റോഡ് കിടക്കുന്ന കാണാനല്ല, ഇതുവഴിയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുവോടോ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി വാങ്ങും. പിന്നെ പുള്ളിക്കാരന് ഒറ്റപ്പെടലും ഒറ്റയ്ക്കുള്ള ജീവിതം ഇതൊക്കെ ഇഷ്ടം. ആ അതൊക്കെ അല്ല, ഈ സണ്ണിച്ചാൻ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ, അതായത് ഇഷ മാമിന്റെ ബ്രദർ അല്ലേ? ഏട്ടൻ അല്ലേ? അതെ, ഏട്ടനാ, മൂത്ത ഏട്ടൻ. സത്യം പറഞ്ഞാൽ ഇഷാമ്മയും ഞങ്ങളുടെ അമ്മയും സണ്ണിച്ചായനും അപ്പാപ്പൻ്റെ മക്കള്. അവർ 3 പേരാ, ഒരാണും 2 പെണ്ണും. ആദ്യം സണ്ണിച്ചായ, പിന്നെ ഞങ്ങളുടെ അമ്മ അന്നാമ്മ കഴിഞ്ഞിട്ട് ഇഷാമ്മ ഏറ്റവും ഇളയ മോള്. ഞങ്ങളുടെ അമ്മയുടെ മരണശേഷം ഞങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇഷാമ്മ വേറെ കെട്ടിയില്ല. ഞങ്ങളുടെ പപ്പ സ്റ്റീഫനെ തന്നെ കെട്ടി. അതിൽ ഇഷാമ്മയ്ക്ക് 2 മക്കളുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ പപ്പ എന്താ ചെയ്തത്, ഇപ്പൊ വേറെ കെട്ടി. അതിന് ഇഷാമ്മ ഇത്രയെങ്കിലുമൊക്കെ കാണിക്കണ്ടോ, അതുകൊണ്ട് കെട്ടിയതാ. പിന്നെ ഈ പണവും പത്രാസൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലടോ. പണ്ട് ഇഷാമ്മ പറഞ്ഞു കേട്ടതാ, പണ്ടെന്നല്ല, ഒരു 4-5 വർഷം മുമ്പേ ഞാൻ ഇഷാമ്മയോട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടതാ, എന്തുകൊണ്ടാണ് സണ്ണിച്ചായൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നതെന്ന്. ഞങ്ങളുടെ അപ്പാപ്പൻ സണ്ണിച്ചായന് വേണ്ടി പെണ്ണാലോചിച്ചു. അപ്പോൾ സണ്ണിച്ചായൻ പറഞ്ഞു, സണ്ണിച്ചായന് പെൺകുട്ടികളോട് താല്പര്യമില്ല, സണ്ണിച്ചായൻ ഒരു ഗേ ആണ് എന്ന് പറഞ്ഞു. ഗേ എന്ന് പറഞ്ഞാൽ തനിക്കറിയാലോ. അത് കേട്ടപ്പോഴത്തേക്കും അപ്പാപ്പന് കൊണ്ടളവി. അപ്പാപ്പ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഇവിടെ വന്നേ. സത്യം പറഞ്ഞാൽ സണ്ണിച്ചായന് വേറെ കാമുകനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. വെറുതെ സണ്ണിച്ചായൻ കെട്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ സണ്ണിച്ചായൻ സത്യം തുറന്നു പറഞ്ഞത്. പക്ഷെ അപ്പാപ്പൻ അത് വേറൊരു മൈൻഡിലെടുത്തെ. അതിനുശേഷം പിന്നെ സണ്ണിച്ചായൻ പുറത്തുള്ള ആരുമായിട്ടും ബന്ധമില്ല. ഇഷാമ്മ ഇടയ്ക്ക് ഇവിടെ വരും, സഹോദരൻ്റെ കൂടെ നിൽക്കും, തിരിച്ചു വരും. പിന്നെ ആ ലൂക്ക എന്തെങ്കിലും കലിപ്പുണ്ടാക്കുമ്പോൾ അവനെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. ഞാനിതുവരെ വന്നിട്ടില്ല, ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇഷാമ്മയുടെ കൂടെ, അല്ലാണ്ട് നിൽക്കാനായിട്ട് വന്നിട്ടില്ല. പിന്നെ ലൂക്കയും ലൂയിസോ കൂടുതൽ വന്നിട്ടുള്ളത്. അവന്മാരെ നേരെയാക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇഷാമ്മ ഇങ്ങോട്ട് കുറേ പ്രാവശ്യം വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നേരെയായിട്ടുമില്ല. ഓ, തൻ്റെ ഫാമിലി മുഴുവൻ തൂണിലെ തുരുമ്പിലെ സ്റ്റോറീസ് ആണല്ലോ. എവിടെ തൊട്ടാലും ഓരോ പുതിയ പുതിയ കഥകളും കഥാപാത്രങ്ങളും പൊട്ടി മുളയ്ക്കാണല്ലോ. ഇപ്പം ഞാൻ വന്ന് എന്നെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് വരെ മറന്നു തുടങ്ങിയേട്ടാ. അതെല്ലാം പോട്ടെ. പിന്നെ തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ നമ്മളോട് ആർക്കെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിലേ അയാളുടെ പ്രവൃത്തിയിലൊക്കെ വെച്ച് അത് മാക്സിമം മനസ്സിലാക്കാൻ നോക്കണം. അല്ലാണ്ട് തീരെ മണ്ടന്മാരായിട്ട് നടക്കരുത് കേട്ടോ. അപ്പോൾ ശരി, എന്നാ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. അത് ശരിയാണ്. ശരി, താൻ പോയി ഫ്രഷ് ആയിക്കോ. അല്ല പോയാ, ഇയാൾ ഇതല്ലേ ഇന്നാൾക്കും എന്നോട് പറഞ്ഞേ. ഇയാൾ ഇതെന്ത് തേങ്ങയാണ് പറയണം.